പരിശോധന കർശനമാക്കിയിട്ടും സംസ്ഥാനത്തേക്ക് ലഹരിയുടെ വൻ ഒഴുക്കാണ്. അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് കൂടിയതോടെയാണ് കേരളം ലഹരി മാഫിയയുടെ പിടിയിലമർന്നത്. വിദ്യാർത്ഥികൾ മുതൽ സിനിമ, IT ഉൾപ്പെടെയുള്ള പല മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനം. വിദേശത്തു നിന്ന് അതിർത്തി കടത്തിയാണ് നേരത്തെയൊക്കെ രാസലഹരി രാജ്യത്തേക്ക് എത്തിച്ചിരുന്നത്. ഇപ്പോൾ ഗോവ, ഹൈദരാബാദ്, ബംഗളൂരു അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ലഹരി നിർമ്മാണ കേന്ദ്രങ്ങൾ ഉള്ളതായി കേൾക്കുന്നുണ്ട്. ലഹരി കേസുകൾ സംസ്ഥാനം ഒട്ടുക്ക് കൂടുന്നുണ്ട്. പണ്ട് കൊച്ചി കേന്ദ്രീകരിച്ചു എന്നുള്ളത് മാറി എല്ലാ ജില്ലകളിലേക്കും ഇത് വ്യാപിക്കുന്നു എന്നാണ് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്ക് പരിശോധിക്കാം ഇന്നത്തെ മാത്രം കേസുകൾ എത്രത്തോളമാണ് എന്ന്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള നിരവധി കേസുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലഹരി വേട്ട ഡാൻസ് ഓഫിന്റെ ടീമും പോലീസും എക്സൈസും ഉൾപ്പെടെ പിടിക്കുന്ന കണക്കുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് തൃശൂരിലെ നെടുമ്പുഴയിലാണ്. അവിടെ ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഈ വിൽപ്പന നടന്നിരിക്കുന്നത്. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി നടത്തിയിരിക്കുന്ന ലഹരി വേട്ട. മറ്റൊന്ന് താനൂരിലാണ്. അവിടെ MDMA-യും 4 കിലോ കഞ്ചാവുമാണ് പിടിച്ചത്. മറ്റൊന്ന് പശ്ചിമ കൊച്ചിയിലാണ്. അവിടെ 500 ഗ്രാം MDMA, മൂവാറ്റുപുഴയിൽ 40 ഗ്രാം MDMA. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ജഗതിയിലാണ് 2 കിലോ കഞ്ചാവ് പിടിച്ചിരിക്കുന്നത്. അതായത് വലിയ എമൗണ്ടിലേക്ക്. നേരത്തെയൊക്കെ സ്ഥിരമായി നമ്മൾ കേൾക്കുന്നത് കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചു എന്നുള്ള വാർത്തകൾ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ MDMA നമുക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന അല്ലെങ്കിൽ പേടി തോന്നിക്കുന്ന അത്രയും അളവിൽ പിടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കണ്ണൂർ നാറാത്താണ് മറ്റൊന്ന്. 17 ഗ്രാം MDMA-യും ഹൈബ്രിഡ് കഞ്ചാവുമാണ്. ഒപ്പം തന്നെ LSD സ്റ്റാമ്പും പിടിക്കപ്പെടുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ വലിയ തരത്തിലേക്ക്, അതായത് ഇപ്പം പൈസയുടെ കാര്യമാണെങ്കിലും ആളുകൾ വിദ്യാർത്ഥികളാണെങ്കിലും മറ്റ് ഓരോ പ്രൊഫഷണൽസ് ആണെങ്കിൽ പോലും ഇത് എത്ര രൂപ കൊടുത്തും വാങ്ങാം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് വലിയ ദോഷം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഈ പിടിക്കപ്പെടുന്നവരുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പലരും യുവാക്കളാണ് എന്നുള്ളതാണ് നമുക്ക് വലിയ ഞെട്ടലും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യവും അതാണ്. അക്രമം കൂടുന്നു. ഈ വയലൻസിന് കാരണമാകുന്നത് ഈ ലഹരിയാണ്, ഇല്ലെങ്കിൽ ആ വയലൻസിലേക്ക് എത്തിക്കുന്നത് ഇത് കാരണമാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയധികം ഒഴുക്കാണ് കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിൽ ഇന്നോളം ഇല്ലാത്ത, നേരത്തെയൊക്കെ ഈ മദ്യത്തിന്റെ ഒഴുക്കുണ്ടായിട്ടുണ്ട്. ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെയാണ് അത്രയും വലിയ രീതിയിൽ ഈ പറയുന്ന മയക്കുമരുന്നുകളുടെയൊക്കെ ഒഴുക്ക് കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ വിദ്യാർത്ഥികൾക്കിടയിലും അല്ലെങ്കിൽ ഈ യൂത്തിനിടയിൽ ഇത്രയൊന്നും നേരത്തെ ഉണ്ടായിട്ടില്ല എന്നാണ് പല കണക്കുകളും, ഈ കേസെടുത്തതും അല്ലാത്തതുമായിട്ടുള്ള പല കണക്കുകളും സൂചിപ്പിക്കുന്നത് അതാണ്. അത് മാത്രമല്ല ഈ എമൗണ്ടാണ്, അതായത് കൊണ്ടുവരുന്ന സാധനത്തിന്റെ അളവാണ് കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നത്. അപ്പോൾ ഈ യുവാക്കളാണ് ഇത് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ഇതിന്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നത് യുവാക്കളാണ് എന്നുള്ളതും വലിയ സങ്കടകരമായ കാര്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു സമൂഹത്തെ ആകെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് ഉപയോഗത്തെയും അതിന് പുറകിലുള്ള ഈ ഡ്രഗ് മാർക്കറ്റിംഗ് മാഫിയകളെയും കുറിച്ച്, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിപുലമായ ഒരു തലത്തിലുള്ള ഒരു പരിശോധന ആവശ്യമായിരിക്കുന്ന ഒരു ഘട്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഈ ബഹുജന ബോധവൽക്കരണ പരിപാടികളും ഇല്ലെങ്കിൽ ഭരണ നടപടികളും ഒക്കെ എത്രയും വേഗത്തിൽ ആരംഭിക്കേണ്ടതുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ വരുന്ന ഓരോ കേസുകളും, നമ്മൾ നേരത്തെ കണ്ട മുഴുവൻ കേസുകളും. ഈ സഭയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷം ഈ കാര്യം ഉന്നയിച്ചിരുന്നു. അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ഈ കാര്യം സമ്മതിക്കുന്നുണ്ട്. അപ്പം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ വലവീശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് വിപണന ശൃംഖലകളും ഈ ക്രിമിനൽ സംഘങ്ങളും സ്കൂൾ ക്യാമ്പസുകളെ വരെ അവരുടെ സ്വാധീനത്തിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുന്നു, ഇല്ലെങ്കിൽ മിഠായിൽ അത്തരത്തിൽ ലഹരി വസ്തുക്കൾ നൽകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുമ്പോൾ, അതായത് ഈ ക്യാമ്പസ് സ്കൂളുകളെയൊക്കെ പൂർണ്ണമായും ഈ ലഹരി മാഫിയയുടെ സ്വാധീനത്തിലാക്കിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അത്തരം വാർത്തകൾ. കേരളം ഇന്ന് നേരിടുന്ന ഒരു പ്രധാന സാമൂഹ്യ ഭീഷണികളിൽ ഒന്ന് ഈ പറയുന്ന വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗമാണ് എന്ന് അതെല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഈ മയക്കുമരുന്ന് ഉപയോഗവും വ്യാപാരവും ഒക്കെ കുറെ കാലമായിട്ട് വലിയ ഭീഷണിയായിട്ട് കേരളം ഉൾപ്പെടെയുള്ള പല സ്റ്റേറ്റുകളിലും വളർന്നു വരുന്നുണ്ട്. മുമ്പ് വൻകിട നഗരങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു നമ്മൾ കേൾക്കുന്നത്. പലപ്പോഴും മുംബൈ പോലുള്ള, ഇല്ലെങ്കിൽ ചെന്നൈ, ബാംഗ്ലൂർ പോലെയുള്ള, കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നുവെങ്കിലും ഇപ്പോൾ ഇത് ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. ലഹരി ഉപയോഗത്തിലെ വർധന, പുതിയ രീതികൾ ഈ ഗ്രാമങ്ങളിൽ വ്യാപിച്ചതിന്റെയാണ് നേരത്തെ നമ്മൾ കണ്ട പല സ്ഥലങ്ങളിലും. കണ്ണൂരിലൊക്കെ വളരെ ഗ്രാമപ്രദേശമായിട്ടുള്ള സിറ്റികളിലല്ല ഇത് കണ്ടെത്തുന്നത് എന്നുള്ളതാണ്, പിടിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ വർധന, പുതിയ രീതികളും
സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമായിട്ട് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ യുവജനങ്ങളിലും കോളേജ് വിദ്യാർത്ഥികളിലും മാത്രമല്ല സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് ഇത് ഈ ലഹരിയുടെ ഉപയോഗം മെല്ലെ പടരുന്നു എന്നത് വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഈ ഉപയോഗം നാടിനെ നടുക്കുന്നതും മനുഷ്യത്വരഹിതമായ പല കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് അടിമപ്പെടുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്നത് നമ്മൾ ഈ വർഷത്തിന്റെ തുടക്കം തന്നെ ജനുവരിയിൽ തന്നെ നമ്മൾ കണ്ടതാണ്. സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലുന്ന വാർത്തയിലാണ് നമ്മൾ ഈ വർഷം തുടങ്ങിയത്. അപ്പം അത്തരത്തിൽ പല ക്രൈമിലേക്കും ഇല്ലെങ്കിൽ സ്വബോധമില്ലാതെ പെരുമാറുന്നതിലേക്കും കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് പോലീസുകാരനോടൊരു യുവാവ് പെരുമാറുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടു. അപ്പം അതെല്ലാം ഇതിനെ ആശ്രയിച്ചാണ്, ഇല്ലെങ്കിൽ ഈ ലഹരി ഉപയോഗിക്കുന്നതിലൂടെയാണ് അങ്ങനെ ഈ ശാരീരികമായും മാനസികമായും ഒക്കെയുള്ള പെരുമാറ്റ രീതിയിൽ മാറ്റം വരുന്നത്. ഒപ്പം തന്നെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സാമൂഹ്യ ആഘാതം അത് വളരെ ഭീകരമാണ് എന്നുള്ളത് ഓരോ കേസുകളും തെളിയിക്കുന്നു. അപ്പോൾ ഈ നേരത്തെ കഞ്ചാവ് പോലെയൊക്കെയുള്ള ലഹരി വസ്തുക്കളാണ് വ്യാപകമായിട്ട് ഉപയോഗിച്ചതെങ്കിൽ ഇന്ന് ഈ സിന്തറ്റിക് രാസലഹരി വസ്തുക്കളുടെ വ്യാപനവും ഉപയോഗവും ഇപ്പോൾ വലിയ ഭീഷണിയായിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് ഓരോ ദിവസത്തെയും വാർത്തകളിൽ നമുക്ക് ഭയമുണ്ടാക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസുകളുടെ എണ്ണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത് വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ആ കണക്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം ഓപ്പറേഷൻ ഡി ഹണ്ടാണ് കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡി ഹണ്ടിന്റെ കണക്ക് നോക്കുമ്പോൾ ഫെബ്രുവരി 22 മുതൽ എടുത്തിരിക്കുന്ന കണക്കാണിത്. ഫെബ്രുവരി 22 മുതൽ ഈ മാർച്ച് 1 തീയതി വരെ 2762 കേസുകളാണ്. അത് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഒരു മാസം പോലും ഇല്ല ആ ഒരു ആഴ്ചയിൽ സംഭവിച്ചിരിക്കുന്ന കേസുകളുടെ എണ്ണമാണിത്. 2763. ഇന്നത്തെ കണക്കുകൾ പുറത്തു വരാഞ്ഞിട്ടാണ്. ഒരു ദിവസത്തിൽ ഇത്രയും കണക്കുകൾ എന്നതിലേക്ക് കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് വളരെ ഞെട്ടലുണ്ടാക്കുന്നത്. ഇതിൽ 2854 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ, അതായത് 3 വർഷത്തിനുള്ളിൽ 2023 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആ 3 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന ലഹരി കേസുകൾ 6 ഇരട്ടിയായി വർദ്ധിച്ചു എന്നാണ് നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയധികം വർധനയുണ്ട്. നേരത്തെയൊക്കെ ഒരു മാസത്തിൽ മൊത്തമായി എടുത്തിരുന്ന കേസും ഇല്ലെങ്കിൽ അറസ്റ്റിലാവുന്ന ആളുകളും ആ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ന് ഒരാഴ്ചയിൽ ഒരു മാസത്തെ അത്രയും കേസുകൾ വരുന്നുണ്ട് എന്നതാണ്. അപ്പം ഇത് കൂടി വന്ന് ഒരു ദിവസം തന്നെ ഇത്രയധികം ഇന്നത്തെ ഇപ്പം നമ്മൾ ഈ ഡീകോഡ് ചെയ്യാൻ ഈ വിഷയം എടുക്കുമ്പോൾ തന്നെ അത്രയധികം ലഹരി കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിലേക്ക് നമ്മൾ കടക്കാൻ ഉണ്ടായ സാഹചര്യം. അപ്പം ഓരോ ദിവസവും ഈ കണക്കുകളുടെ എണ്ണത്തിൽ മാറ്റം വരുന്നു, അത് കൂടി വർദ്ധിച്ചു വരുന്നു. പരിശോധന ശക്തമാക്കിയിട്ടുണ്ടോ എന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കൂടിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് ഇല്ലെങ്കിൽ ഇതിന്റെ വിൽപ്പന, ഇതിന്റെ കേന്ദ്രം, ഇതെല്ലാം കണ്ടെത്താനുള്ള വലിയ ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത് ഫലം കാണുന്നു എന്നുള്ളത് കൂടിയാണ്. ഇപ്പോഴത്തെ ഈ അന്വേഷണ രീതിയിലും ഇപ്പോൾ കേസ് ചാർജ് ചെയ്യുന്ന രീതിയിലുമൊക്കെ ചില മാറ്റങ്ങൾ കൂടി വരുത്തേണ്ടതുണ്ട്. നേരത്തെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ഇല്ലെങ്കിൽ പല സംഘടനകളും ഒക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന രീതിയിൽ വലിയ മാറ്റം, അതായത് ഈ നാർക്കോട്ടിക് കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളുടെ മുൻ ശിക്ഷകൾ കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രത്തിൽ വിശദമായി ചേർക്കുന്നില്ല ഇപ്പോൾ. അതായത് ഒരിക്കൽ പിടിക്കൽപ്പെട്ട ആളാണെങ്കിൽ വീണ്ടും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ ഹിസ്റ്ററി കോടതിയിൽ ഉണ്ടാകില്ല. അപ്പം ഇയാൾ എത്രത്തോളം മോശമായ അല്ലെങ്കിൽ സമൂഹത്തിന് എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ബോധ്യം വരില്ല. അപ്പം അതിനനുസരിച്ചാണ് ആ നിയമം കൈകാര്യം ചെയ്യുന്നത്. NDPS നിയമത്തിലെ 31A വിഭാഗത്തിലുള്ളവർക്ക് ഉയർന്ന ശിക്ഷ ഉറപ്പുവരുത്താൻ ഇത് ചേർക്കേണ്ടതുണ്ട്. അത് ചേർക്കുമ്പോൾ മാത്രമേ സ്ഥിരമായി ഈ നിയമപരമായിട്ട് ഈ കുറ്റവാളിയാണ്, ഇല്ലെങ്കിൽ ഇയാൾ വീണ്ടും ഇത് പുറത്തിറങ്ങിയാൽ ചെയ്യും, ഇല്ലെങ്കിൽ ഇയാൾക്ക് ഈ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ പറഞ്ഞ വകുപ്പുകൾ ചേർക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന ശിക്ഷ ഉറപ്പുവരുത്താൻ കഴിയണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കുറ്റവാളികളിൽ നിന്ന് ഇനി കുറ്റകൃത്യങ്ങൾ പാടില്ല എന്നൊരു ബോണ്ട് വാങ്ങാൻ സാധിക്കണം സർക്കാരിന്. ഒപ്പം തന്നെ ഈ ഡാൻസ് ഓഫിന്റെ പരിശോധനകളും പ്രത്യേക ഡ്രൈവുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നൽകും സാജിദ് അജ്മൽ. സമീപകാലത്തായി കേരളത്തിലേക്ക് സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെ എത്തുന്നതിന്റെ അളവ് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് സർക്കാർ സംവിധാനങ്ങളും എക്സൈസ് വകുപ്പും പോലീസും എല്ലാം തന്നെ അംഗീകരിക്കുന്നുണ്ട്. ഈ ലഹരി മാഫിയയെ പിടികൂടാൻ പലതരത്തിലുള്ള സംവിധാനങ്ങൾ പോലീസിനും അതുപോലെ തന്നെ എക്സൈസിനുമുണ്ട്. നാർക്കോട്ടിക് സെല്ലിന്റെ ആഭിമുഖ്യത്തോടുകൂടി വിവിധ തരത്തിലുള്ള പരിപാടിയുണ്ട്. ഇതുകൂടാതെ ഡാൻസ് ഓഫ് സംഘം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലഹരി വേട്ടയുടെ സ്വഭാവമല്ല പുതിയ രീതി എന്ന് പറയുന്നത്. നേരത്തെ ഈ ലഹരി എത്തിക്കുന്ന സംഘത്തെ പിടികൂടുക, അതോടൊപ്പം തന്നെ സ്കൂളുകളും കോളേജിലേക്കും ഈ ലഹരി എത്തുന്ന സംഘത്തെ പിടികൂടുക തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്തിരുന്നത്. അതായത് ഈ ലഹരി എന്ന വലിയ കണ്ണിയിലെ ഏറ്റവും
ചെറിയ മീനുകളാണ്, പരൽ മീനുകൾ മാത്രമാണ് ഇതിൽ പിടിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇതിന്റെ പ്രാഥമിക സോഴ്സിൽ എത്തി പിടികൂടുക എന്നതിനാണ് ഇപ്പോൾ പോലീസ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെയാണ് ഈ നിയമസഭയിലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കും മറ്റും ശേഷം ഈ പോലീസ് പുതിയ ഒരു ഡ്രൈവിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമും അടക്കം നേതൃത്വം നൽകിക്കൊണ്ടാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന ഒരു പ്രത്യേക ഡ്രൈവിന് തുടക്കം കുറിച്ചത്. ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകളെ പിടികൂടുകയും അതോടൊപ്പം തന്നെ കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇത് ഇത്രയധികം ലഹരി എത്തുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഡ്രൈവിന്റെ കാലാവധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും തുടരുകയാണ്. ആദ്യം അതൊരു ഒരാഴ്ച കാലത്തെ ഒരു ഡ്രൈവ് ആയിരുന്നു, പക്ഷെ അത് കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. ഇതോടുകൂടി ഈ ഡ്രൈവ് ശക്തമായതോടുകൂടി ഇതിന്റെ വാർത്തകൾ വരുന്നതോടുകൂടി ഇപ്പോൾ ഈ ലഹരിയുടെ വ്യാപനം കുറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി എത്തിക്കുന്നതിന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. വലിയ തോതിലുള്ള പരിശോധനകളുടെ ഫലമായി തന്നെയാണ് ഈ ലഹരിയുടെ ഒഴുക്ക് കുറഞ്ഞത്. ഇത് ഇനി ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിലോ മറ്റേതെങ്കിലും തരത്തിലോ ഇത്തരം പരിശോധനകൾ വലിയ തോതിൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന് നൽകുന്ന സൂചന കൂടിയാണ് ഇത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ഇത്തരം ലഹരികൾ എത്തുന്നത്. ആസാം, ഒറീസ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കഞ്ചാവ് കാര്യമായി ഇങ്ങോട്ട് എത്തുന്നത്. അത് പലപ്പോഴും ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് കഞ്ചാവ് ട്രെയിനിലും മറ്റും ഇങ്ങോട്ട് എത്തിക്കുന്നത്. എന്നാൽ സിന്തറ്റിക് ഡ്രഗ്സ് പ്രത്യേകിച്ച് MDMA അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് അത് ഇങ്ങോട്ട് കോളേജ് വിദ്യാർത്ഥികളിലൂടെയും മറ്റും എത്തിക്കുന്നു. രണ്ടും രണ്ട് രീതിയിലാണ് എത്തിക്കുന്നത്. കഞ്ചാവ് കൃഷി ചെയ്ത് അത് ഈ സാധാരണക്കാരായ ആളുകളിലൂടെ എത്തിക്കുന്നു. എന്നാൽ MDMA ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉന്നത വിദ്യാഭ്യാസം ഉള്ള ആളുകളിലൂടെ IT മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളിലൂടെയും മറ്റുമാണ് കൂടുതലായി എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ട് തരത്തിലുള്ള പരിശോധനകളും മറ്റുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ കൂടി സഹായം ആവശ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചു ചേർത്തു. ഈ യോഗത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ DGPമാർ തന്നെ പങ്കെടുത്തു. ഇതിൽ പറഞ്ഞതുപോലെ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടി സഹായത്തിലെ ഇതിന്റെ യഥാർത്ഥത്തിലെ പ്രശ്നം, ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ ഇത് കേരളത്തിലേക്ക് എത്തുന്നു, ഇല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ ഉറവിടമാണ് കണ്ടെത്തുന്നത്. അവിടെ നിന്നാണ് നശിപ്പിക്കൽ തുടങ്ങേണ്ടത് എന്നുള്ളതാണ് സാജിദ് പറഞ്ഞു വെക്കുന്നത്.